ഹലോ ഫ്രണ്ട്സ്, മിനി സമുദ്ര സദ്യയുടെ രണ്ടാം പാർട്ടിൽ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കൂന്തൽ നിറച്ചതാണ്. സ്റ്റഫ്ഡ് സ്ക്വിഡ് അടിപൊളി ഐറ്റമാണ്. ഇത് നമുക്ക് വെറുതെ തിന്നാനും ഉപയോഗിക്കാം, ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാം. പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിലുള്ള ചെമ്മീൻ മാങ്ങയിട്ട് വെച്ചത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. സൂപ്പർ ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് സ്ക്വിഡ് നന്നാക്കാൻ അറിയാത്തവർക്കായിട്ട് സ്ക്വിഡ് നന്നാക്കിൻ്റെ ചെറിയൊരു വേർഷൻ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ അതിൻ്റെ സ്കിൻ വളരെ തിൻ സ്കിന്നാണ്. അത് നഖം കൊണ്ട് പൊളിച്ചെടുക്കുക, നന്നായിട്ട് ക്ലീനാക്കി എടുക്കുക. സ്കിന്നെല്ലാം പൊളിച്ച് കളഞ്ഞ് ക്ലീനാക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഈ പുറത്തേക്കുള്ള ഭാഗമുണ്ടല്ലോ, അതേ പിടിച്ചിങ്ങനെ വലിക്കുക, പതുക്കെ വലിക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കവർ പോലെ ഒരു സെക്ഷൻ കിട്ടും. പിന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ ഹെഡുണ്ട്, ഹെഡ് എടുത്ത് കളയണം. നമ്മൾ ഈ കിനാവള്ളി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ താഴോട്ടുള്ള ഭാഗം അതങ്ങ് കട്ടി കളഞ്ഞേക്കണം. അതിൻ്റെ ആമാശയവും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയാണ്, അതങ്ങ് കളഞ്ഞേക്കുക, വേസ്റ്റാണ്. പിന്നെ ഈ ഭാഗത്തു നിന്നുള്ള ഇതിൻ്റെ സ്കിന്ന് പൊളിച്ച് കളയണം. അത് ഇച്ചിരി പാടാണ്, എന്നാലും അത് ഫുള്ളായിട്ട് പൊളിച്ച് കളയണം. ഈ പോർഷനും പിന്നെ അതിൻ്റെ വിങ്സുമാണ് നമ്മൾ സ്റ്റഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഉറ പോലെ കിട്ടിയ ഭാഗമുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വലിച്ചെടുക്കുമ്പോൾ നമുക്കൊരു ടങ് പോലൊരു സാധനം കിട്ടും. നാക്ക്, ഇതിൻ്റെ നാക്കെന്നതിന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ മഷി എന്ന് പറയുന്ന ഭാഗം. ഈ സാധനം ഉപയോഗിക്കാൻ പാടില്ല, അത് കളഞ്ഞിരിക്കണം, ഈ കറുത്തിരി കാണുന്നത്. ഇനി അത് നല്ലപോലെ കഴുകിയെടുക്കുക. ഈ കാണുന്ന ഭാഗമാണ് ഇതിൻ്റെ വിങ്സ്. ഇത് നമ്മൾ സ്റ്റഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ കട്ട് ചെയ്തെടുക്കും, അത് കാണിക്കാം വീഡിയോയിൽ. ഇതിൻ്റെ വിങ്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ചേർത്ത് കട്ട് ചെയ്യരുത്, അത് ഹോളായി പോകും. ഹോളായാൽ പിന്നെ നമുക്ക് സ്റ്റഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് മാറ്റി കട്ട് ചെയ്യുക. രണ്ട് സൈഡിലും ഉണ്ടാവും, അത് രണ്ടും കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം നന്നാക്കി എടുക്കുക. നമ്മൾ കാണിക്കുന്നില്ല, ഇതാണ് അതിൻ്റെ നന്നാക്കുന്ന രീതി. നല്ലപോലെ വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. കൈയിട്ട് അതിൻ്റെ അകത്തേക്ക് വിരലിട്ട് ക്ലീനാക്കുക നല്ലപോലെ. ഇതുപോലെ ബാക്കിയുള്ളത് നന്നാക്കി എടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് സ്റ്റഫിങ്ങിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 സവാള, ഒരു 8 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞങ്ങളിവിടെ കല്ലുപ്പ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുക. ക്രഷ്ഡ് ചില്ലി ആയതുകൊണ്ട് നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് ഒരുപാട് മുളക് ചേർക്കേണ്ട കാര്യമില്ല. അടുത്തായിട്ട് വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ വേണം. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല എല്ലാം സെറ്റപ്പ് ആവും. ഈ മസാല എല്ലാം ഒന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി, ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്താണിത്. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ല സെറ്റപ്പായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ കൂന്തലിൻ്റെ ഹെഡും പിന്നെ വിങ്സും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചത് ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റാം. ഇതിലേക്കാണ് നമ്മളിനി മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോകുന്നത്. ഈ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനുള്ള ബെസ്റ്റ് മരുന്നാണ്. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കാഞ്ഞത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. നല്ല വാസന വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡിയായി. ഇനി ഇത് നമുക്ക് നിറച്ച് തുടങ്ങാം. നമ്മൾ ആ കവർ പോലെയുള്ള ഭാഗം എടുത്തിട്ട് അതിലേക്ക് സ്പൂൺ കൊണ്ട് ഈ മസാല കുറേശ്ശെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടത് താഴത്തോട്ട് കുത്തി ഇറക്കണം. എന്നിട്ട് ഇത് കവർ ചെയ്യാനായിട്ട്, ഇതിൻ്റെ ഹെഡ് കവർ ചെയ്യാനായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കുത്തിയെടുക്കുക. അപ്പോൾ മസാലയൊന്നും വെളിയിലേക്ക് വരാണ്ടിരിക്കുക. നമ്മൾ ഫ്രൈ ചെയ്യുന്ന നേരത്ത് മസാല വെളിയിലേക്ക് വരില്ല. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കണം. ഒരെണ്ണം കൂടെ കാണിക്കാം. മസാല ഇടുമ്പോൾ അതിലേക്ക് നന്നായിട്ട് താഴത്തോട്ട് ഇറക്കുക. നല്ലപോലെ മസാല ചേർക്കാം. സത്യത്തിൽ എനിക്ക് ഈ കൂന്തൽ എന്ന് പറയുന്ന സാധനം ഇഷ്ടമേ അല്ലായിരുന്നു. നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റിയാണിത്.
ഇതിലെന്താണെന്ന് വെച്ചാൽ മസാലയെല്ലാം നമ്മുടെ ഹെഡിലും ടെയിലും എല്ലാം കൂടെ ഇതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുന്നതുകൊണ്ട് ആ മസാല എല്ലാം നന്നായിട്ട് പിടിക്കും അതിൽ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ സാധാരണ കൂന്തൽ റോസ്റ്റ് കഴിക്കുമ്പോൾ ഒരുമാതിരി റബ്ബർ ചവയ്ക്കുന്ന പോലെ ചവച്ചുകൊണ്ടിരിക്കാന്നേ ഉള്ളൂ, ഒരു ടേസ്റ്റും തോന്നാറില്ല. പക്ഷേ ഈ ഐറ്റം അങ്ങനെയല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഞാൻ ഗ്യാരണ്ടി പറയുന്നു, അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ അടുത്തതും റെഡിയായി. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് കുറച്ച് മസാല പുരട്ടേണ്ടതുണ്ട്, അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൽ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റ് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറമെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല, കാര്യം നമ്മൾ മസാലയുടെ അകത്തെല്ലാം ഉപ്പ് ചേർത്തിറങ്ങുന്നതുകൊണ്ട് ഒരുപാട് ഉപ്പ് പുറമെ ചേർക്കേണ്ട കാര്യമില്ല. രണ്ട് സൈഡിലും ഇതുപോലെ ഉപ്പ് പുരട്ടി കൊടുക്കുക. ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റഫ് ചെയ്യാനുള്ള മസാല റെഡിയാക്കിയ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്, നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. ഇവിടെ അടിപൊളി കൂന്തൽ നിറച്ചത് സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി ഇടുക. അപ്പോൾ തീറ്റ പ്രാന്തന്മാരുടെ മിനി സമുദ്ര സദ്യയിൽ 2 ഐറ്റം കഴിഞ്ഞു, ഇനി 3 ഐറ്റം കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഞണ്ട് കറിയാണ്. അപ്പോൾ അത് ആരും മിസ് ചെയ്യാതെ കാണുക. വളരെ പെട്ടെന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെറും 3 മണിക്കൂർ കൊണ്ടാണ് പുള്ളിക്കാരി ഇതെല്ലാം റെഡിയാക്കി. അപ്പോൾ അടുത്ത എപ്പിസോഡിലുണ്ടേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.